പെന്തക്കോസ്തു സന്ദേശവുമായി ഇന്ത്യയിലേക്ക് വന്ന ആദ്യ വിദേശ മിഷണറി അമേരിക്കയിൽ നിന്ന് 1908 ബാംഗ്ലൂരിൽ വന്നു ചേർന്ന ജോർജ് ബെർഗ് ആയിരുന്നു. താമസിയാതെ നോർവേക്കാരനും യൂറോപ്പിനെ പെന്തക്കോസ്തു സത്യത്തിലേക്ക് നയിക്കുന്നതിന് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച തോമസ് ബാരറ്റ് കടന്നുവന്ന് യോഗങ്ങൾ നടത്തി. ഈ യോഗങ്ങളിൽ വെച്ച് കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ബ്രദറൻ CMS മിഷണറിമാരും ആത്മാഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി. മിസ് പൗൺസിൽ, മിസ് ആൾഡ്വിങ്കിൾ എന്നിവർ ബാരറ്റിൻ്റെ യോഗത്തിൽ വെച്ച് ആത്മാഭിഷേകം പ്രാപിച്ചവരായിരുന്നു. 1909 ജോർജ് ബെർഗ് കേരളത്തിൽ കൊട്ടാരക്കരയിൽ വന്ന് മീറ്റിങ്ങുകൾ ആരംഭിച്ചു. തദ്ദേശീയ തലത്തിൽ പെന്തക്കോസ്ത് കൂടിവരവുകൾ ആരംഭിക്കുവാൻ ജോർജ് ബെർഗിന് സാധിച്ചു. 1913 റോബർട്ട് F. കുക്കും കുടുംബവും പെന്തക്കോസ്ത് മിഷണറിമാരായി ഇന്ത്യയിൽ വന്നു ചേർന്നു. ഇന്ത്യയിൽ പെന്തക്കോസ്ത് സഭകൾ ആരംഭിക്കുന്നതിനും നാട്ടുകാരായ സുവിശേഷകന്മാരെ പരിശീലിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമായി പ്രവർത്തിച്ച വിദേശ മിഷണറിമാരിൽ അഗ്രഗണ്യനാണ് റോബർട്ട് F. കുക്കും കുടുംബവും. പെന്തക്കോസ്ത് ഉപദേശത്തിനും സത്യങ്ങൾക്കും വേണ്ടി ഇന്ത്യയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിച്ച പ്രധാന പ്രവർത്തകർ ഇവരാണ്: പാസ്റ്റർ KC ചെറിയാൻ, പാസ്റ്റർ TM വർഗീസ്, പാസ്റ്റർ AC ശൗമേൽ, പാസ്റ്റർ PJ തോമസ്, പാസ്റ്റർ TG ഉമ്മൻ, പാസ്റ്റർ MK ചാക്കോ, പാസ്റ്റർ PM ഫിലിപ്പ്, പാസ്റ്റർ PM ശമുവേൽ തുടങ്ങിയവർ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ആദ്യമായി പെന്തക്കോസ്ത് സന്ദേശം എത്തിച്ചതും പ്രത്യേകിച്ച് സഭാ രൂപീകരണത്തിന് ദൈവം ഉപയോഗിച്ചതും ഇവരെയാണ്. പാസ്റ്റർ PM ശൗമേൽ തമിഴ്നാട്, ആന്ധ്ര സ്റ്റേറ്റുകളിലും, പാസ്റ്റർ KC ചെറിയാൻ കർണാടകത്തിലും, പാസ്റ്റർ MK ചാക്കോ വടക്കേ ഇന്ത്യയിലും പെന്തക്കോസ്ത് സഭകൾ സ്ഥാപിച്ച് സുവിശേഷീകരണം ചെയ്തുകൊണ്ടിരുന്നു. ഇവരുടെ പ്രവർത്തനത്താൽ ധാരാളം പേർ പെന്തക്കോസ്ത് വിശ്വാസികളായി. സുവിശേഷകരെ പരിശീലിപ്പിക്കുവാൻ അതാത് സ്റ്റേറ്റുകളിൽ ബൈബിൾ സ്റ്റഡികൾ ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷീകരണ പ്രവർത്തനവുമായി അവർ മുന്നിട്ടിറങ്ങി. പല സംസ്ഥാനങ്ങളിലും പെന്തക്കോസ്തിൻ്റെ തീജ്വാല പടർന്നു പിടിച്ചു. യൂറോപ്പിൻ്റെ പെന്തക്കോസ്ത് അപ്പോസ്തലൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് ബോൾ ബാരറ്റ് സ്വീഡനിലും പിന്നീട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും സുവിശേഷം അറിയിച്ചതിന് ശേഷം 1907 അദ്ദേഹം ഇന്ത്യയിലുമെത്തി. ഇന്ത്യയിൽ ഊട്ടിക്ക് സമീപമുള്ള കുനൂരിൽ മിഷണറിമാർക്കായി പെന്തക്കോസ്ത് ഉണർവ് യോഗങ്ങൾ നടത്തിയ ബോൾ ബാരറ്റ് ധാരാളം ആളുകളെ ശിഷ്യന്മാരാക്കുവാൻ നിരവധി സ്ഥലങ്ങൾ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 1906 ഇന്ത്യയിലെത്തിയ വിദേശ മിഷണറിയായിരുന്നു AG ഗാർ. അസൂസ സ്ട്രീറ്റിലെ ഉണർവിൽ പങ്കെടുത്ത് ആത്മസ്നാനം പ്രാപിച്ച AG ഗാർ ഇന്ത്യയിൽ പോയി സുവിശേഷീകരിക്കുക, സുവിശേഷം അറിയിക്കുക എന്ന താല്പര്യത്തോടെ ഇന്ത്യയിലെത്തിയ ആളാണ് AG ഗാർ. ഇദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിഷണറി ആയിരുന്നു. 1907 അദ്ദേഹം കൽക്കട്ടയിലെത്തി. 1912 ഗാർ പെന്തക്കോസ്ത് ദൂതുമായി വിവിധ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. കേരളത്തിൻ്റെ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് പ്രവർത്തനം കേന്ദ്രീകരിച്ച വ്യക്തികളാണ് മിസ് ബൗൺസിലും മിസ് ആൾഡ്വിങ്കിളും. ഇവർ ബ്രദറൻ മിഷണന്മാരായാണ് ഇവിടെ എത്തിയതെങ്കിലും പിന്നീട് പെന്തക്കോസ്തുകാരായി മാറുകയായിരുന്നു. അക്കാലത്ത് വളരെ പ്രശസ്തമായ അർദ്ധരാത്രിയിലെ ആർപ്പുവിളി എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചതും ഈ മിഷണറിമാരാണ്. 1907 ഇന്ത്യയിലെത്തിയ മറ്റൊരു അമേരിക്കൻ മിഷണറിയായിരുന്നു ക്രിസ്ത്യൻ ഷൂൺ മേക്കർ. CMA ക്രിസ്ത്യൻ ആൻഡ് മിഷണറി അലയൻസ് എന്ന സംഘടനയുടെ മിഷണറിയായാണ് ആദ്യം അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. 1908 അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും തിരികെ കടന്നുപോയി 1917 അസംബ്ലീസ് ഓഫ് ഗോഡ് മിഷണറിയായി വീണ്ടും ഇന്ത്യയിലെത്തി. 1918 ഇന്ത്യയിലെ സഹരാൻപൂരിൽ ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സംഘടിത രൂപം പ്രാപിച്ചപ്പോൾ ഷൂൺ മേക്കറായിരുന്നു അതിൻ്റെ ആദ്യ സാരഥി. ഇന്ത്യയിൽ പ്രവർത്തിച്ച മറ്റൊരു CMS മിഷണറിയായിരുന്നു ആലീസ് ഈവലിൻ ലൂസ്. 1806 CMS മിഷണറിയായി ഇന്ത്യയിലെത്തിയ ആലിസ് 1910 ആത്മസ്നാനം പ്രാപിക്കുന്നത്. പിന്നീട് മടങ്ങിപ്പോയ ശാരീരിക സൗഖ്യം ഇല്ലാതിരുന്നതിനെ തുടർന്ന് തിരികെ വരാനായില്ല. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിഷണറിയായിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ
കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.